ഗൈസ്, അപ്പോൾ ഇന്ന് ആലുവയിലേക്ക് നമ്മളിന്ന് പോകുന്നത് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ക്യാമറ വെച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഗോപ്രോയിൽ നിന്നുള്ള ഒരു ചെറിയൊരു വിഷ്വലാണ് ഇത്. നല്ല വൈഡായിട്ട് നമുക്കിതിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പുറത്ത് ഒരുപാട് സെറ്റിങ്സ് ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതെ, ഇപ്പോൾ ഞങ്ങൾ പരപ്പനങ്ങാടി എത്തിയിരിക്കുകയാണ്. പരപ്പനങ്ങാടി എന്നുള്ള ബോർഡൊക്കെ ഒരു വൈഡായിട്ട് ഇങ്ങനെ നമുക്ക് കാണാം. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനാണിത്. ഇനി 3 മണിക്കാണ് ഞങ്ങളുടെ ആലുവയിൽ ഞങ്ങൾ എത്തുക. ട്രെയിനിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണിത്. വേണ്ട വീഡിയോയിലൊക്കെ നല്ലൊരു എന്താ പറയുക, ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടാ. ഇന്ന് പൊതുവെ ആളുകൾ കുറവാണ്. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് തവണ ഈ ഒരു ട്രെയിനകത്ത് പോയിട്ടുണ്ടെന്നില്ല. ആ സമയത്തൊക്കെ ഒരുപാട് പേര് ഈ ഒരു ട്രെയിനകത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് കുറവാണ്. അല്ല, നമ്മൾ കൈയൊക്കെ ഈ ഒരു ക്യാമറൻ്റെ ഇവിടെ ഇങ്ങനെ അവിടെ ഉണ്ട്. പരപ്പനങ്ങാടി സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പരപ്പനങ്ങാടി സ്റ്റേഷനാണിത്. ഈ സ്റ്റേഷനൊക്കെ കുഴപ്പമില്ല. ഒരു ട്രെയിന് കാണാനും ട്രെയിനിൻ്റെ ഓരോ സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് അതിൻ്റെ ഒരു ഭംഗി, അല്ലേ? ഈ ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് നിൽക്കുന്നില്ല എന്നൊരു ഡൗട്ടുണ്ട്. ഏതായാലും നമുക്ക് നൈസായിട്ട് പോവാം. ദേ ഈ കാണുന്ന ഇപ്പോഴത്തെ ഈ ഒരു വിഷ്വൽ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തതാണ്. ഫോണിൽ നിന്ന് എടുത്തിട്ടുള്ള വിഷ്വലും നമ്മുടെ ഗോപ്രോ ക്യാമറയിൽ എടുത്തിട്ടുള്ള വിഷ്വലും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നിങ്ങൾ തന്നെ പറയാം. കാരണം ക്ലിയറിലും നല്ല ഒരു ഭംഗി തോന്നിക്കുന്നുണ്ട്. ഫോണിനേക്കാളും ഒരുപടി മുകളിലാണ് നമ്മുടെ ഗോപ്രോ ഇരിക്കുന്നത്. കാരണം വ്ലോഗ് ചെയ്യുന്നതിനകത്ത് ഞാൻ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് വിഷ്വൽസുകൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ട്രെയിനിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണ് നോക്കിയിട്ട് ഇങ്ങനെ ഈ പച്ചപ്പും കണ്ട് ഇങ്ങനെ ട്രെയിനിനകത്ത് പോകാൻ തന്നെ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്, അല്ലേ? അപ്പോൾ ഈ ക്യാമറ വെച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതേണ്ടോ ഗോപ്രോയുടെ ഒരു കിടിലൻ ആക്ഷൻ ക്യാമറ. ഇത് കൊള്ളാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ മൊത്തം
ഈ ഒരു ക്യാമറയിൽ നിന്നുള്ള കാഴ്ചകളായിരിക്കും കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ട് സെറ്റിങ്സൊക്കെ അത്രയ്ക്ക് പിടുത്തമില്ലാത്തത് കൊണ്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ടാണ്. വേണ്ട കിടലൻ ഗോപ്രോ ക്യാമറ നമ്മൾ ട്രെയിനിൻ്റെ അകത്താണുള്ളത്. ഇന്ന് പൊതുവെ ട്രെയിനിൽ ആളുകളൊക്കെ കുറവാണ്, ഫുൾ കാലിയായിട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൊണ്ട് പ്രശ്നമില്ല, നമ്മളിങ്ങനെ യാത്ര തുടരുന്നു. ഇപ്പോൾ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്നും പോന്നിട്ടേ ഉള്ളൂ, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഓടിക്കത് ചെയ്താൽ നമുക്ക് ഈ ഒരു ട്രെയിൻ തന്നെ കിട്ടി. ഇനി നമ്മൾ ഇങ്ങോട്ട് 3 മണിക്കാണ് നമ്മൾ ആലുവയിൽ എത്തുക. അപ്പോൾ ഏതായാലും നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ട്രെയിനിൻ്റെ ടിക്കറ്റാണിത്. കണ്ടോ, ഏറനാട് എക്സ്പ്രസിൻ്റെ ടിക്കറ്റാണിത്. ഞാൻ ഈ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ കണ്ടോ ഒരു കൂട്ടുകാരനും പാടെയുണ്ട്. അവനവിടെ കിടന്നുറങ്ങുന്നു, കാരണം ഉറക്കുണ്ടോയെന്ന് തോന്നുന്നു, ഏതായാലും അറിയില്ല. ഇതിൻ്റെ മുമ്പിലൊരു ട്രെയിൻ പോകാനായിട്ട് 15 മിനിറ്റോളമായിട്ട് നമ്മളെ ട്രെയിൻ ഇതേണ്ടോ പരപ്പനങ്ങാടി സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ടോ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ഒരു കാപ്പിക്കാരൻ വന്നു, അവൻ്റെ നിന്നൊരു കാപ്പി വാങ്ങിച്ചിട്ട് കടിയൊന്നുമില്ല, നല്ല ചൂടുണ്ട്. നല്ല ചൂടാറട്ടെ, നമുക്കിവിടെ ഇങ്ങനെ വെക്കാം. എന്ത് ചെയ്യാനാ, വിശക്കുന്നു. ഈ സമയത്ത് കാപ്പിയെല്ലാം കുടിക്കണ്ടേ? വീട്ടിലാണെങ്കിൽ നല്ല ഉമ്മച്ചി ഉണ്ടാക്കിയിട്ട് നല്ല കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് പരപ്പനങ്ങാടി സ്റ്റേഷനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേണ്ടോ ചെറിയൊരു കടി എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ തന്നതാണ്. ചായയും കടിയും കഴിച്ച് ഒരു വിധത്തിൽ 20 മിനിറ്റിന് ശേഷം പരപ്പനങ്ങാടി സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ട്രെയിൻ ഇതാ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ ട്രെയിനെ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഏതൊരു സ്റ്റേഷനിൽ കണ്ടോ, ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ട്രെയിന് ഉള്ള ചെറിയൊരു അവസ്ഥയാണത്, കണ്ടോ. മുകളിൽ പണിക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ, തിരൂരെത്തിരിക്കുകയാണ്. വേണ്ടോ, തിരൂരാണുള്ളത്. ഇങ്ങനത്തെ ട്രെയിനുകളുടെയൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ഒരു ചില സ്റ്റേഷനുകളിലൊക്കെ കുറേ സമയം ഇതിനിങ്ങനെ പിടിച്ചിടും. അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. പല യാത്രക്കാർക്കും ഇതുണ്ടോ, ഒരാളെ കിടക്കുന്നു. ഇന്ന് സീറ്റ് ബുക്ക് ചെയ്യണ്ടെന്ന് തോന്നി, കാരണം ആരുമില്ല. ഇവിടെ തന്നെ ആളുകൾ കുറവാണെങ്കിൽ ലോക്കലിലൊക്കെ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും. അങ്ങനെ വീണ്ടും നമ്മുടെ ട്രെയിൻ ഇത് ഇവിടെ ഏതോ ഒരു സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഏതോ മറ്റൊരു ട്രെയിൻ പോകാനായിരിക്കാം. എനിക്ക് ദേഷ്യമാണിത്, നമ്മളത് സമയത്തിനെത്തൂല, ഇവന്മാർ ട്രെയിൻ പിടിച്ചിട്ടിരിക്കും. എന്ത് ചെയ്യാനാ അല്ലേ? വേണ്ടോ, ഇവിടെ ഒരു സ്റ്റേഷനിൽ എന്തോ കാരക്കോടോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇവിടെയാണ് വേണ്ട ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം. ഇവിടെ ഇങ്ങനത്തെ വേസ്റ്റുകൾ ഇടുന്നവരൊക്കെ ചവിട്ടിക്കൂട്ടണം, അല്ലാതൊക്കെ എന്താ പറയുക. കാരണം ഈ റെയിൽവേ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് വൃത്തിയിൽ സൂക്ഷിക്കേണ്ട ഒരുപാട് സംഗതികളാണ്.
ഇതിലും ഇവിടെ ഉണ്ടോ എത്ര ഗ്ലാസ്സാണ്, എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇതിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ആളുകൾ റെയിൽവേയിൽ, അതായത് ട്രെയിനിനകത്ത് കുടിക്കുന്ന ചായയും ഗ്ലാസ്സൊക്കെ ഇടാനായിട്ട് അതിനകത്ത് തന്നെ ഒരു വേസ്റ്റ് ബക്കറ്റ് ഇടണം എന്നാണ്. കാരണം അധികം ആളുകൾ പുറത്തേക്ക് അങ്ങനെ ഇടും, ഭക്ഷണത്തിൻ്റെ പൊതിയാണെങ്കിലും മറ്റേതാണെങ്കിലും. അപ്പം അതൊക്കെ ഒരു വൃത്തി നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതാരും ആലോചിക്കില്ല. വേണ്ട, ഇവിടെ ഒന്നും ആരുമില്ല.